നന്ദിനി 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 തനിക്കൊരു രസം കേൾക്കണോ? നന്ദിനി നന്ദിനി എടോ താൻ ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? നന്ദിനി ഇവിടെ ഇല്ലല്ലോ, താഴെയില്ല. ഇനി ഇതെവിടെ പോയി? നന്ദിനി ഇതെവിടെ പോയി? നന്ദിനി 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 രാജുവേട്ടാ, രാജുവേട്ടാ എഴുന്നേറ്റ്. എന്താ സാറേ? നന്ദിനി എവിടെ? നന്ദിനി മോള് കുറെ നേരമല്ലേ മോളിലേക്ക് പോയിട്ട്? നന്ദിനി മുറിയിലില്ല. ഞാൻ അവിടെയൊക്കെ തിരക്കി, കാണുന്നില്ല. അയ്യോ സാറേ, പിന്നെ എവിടെ പോയിരിക്കും സാറേ? ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല സാറേ, അങ്ങനെ കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. നമുക്ക് ഒന്ന് നോക്കാം സാറേ, എല്ലായിടത്തും ഒന്ന്. വന്നേ, നമുക്ക് നോക്കാം. ഓ ശരി സാറേ. രാജുട്ടാ, ഈ സമയത്ത് കൊച്ചി ഇതെവിടെ പോയതാ? ഇതാ വരുന്നു സാറേ. അച്ഛാ, എന്താ? അച്ഛാ, 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 അച്ഛാ ഒന്ന് വന്നേ. അച്ഛാ, എന്താടാ? അച്ഛൻ നന്ദിനിയെ കണ്ടോ? ഇല്ല. എന്താ? നന്ദിനി കുറെ മുമ്പ് മുറിയിലേക്ക് പോയതാണെന്ന് രാജുവേട്ടൻ പറയുന്നു. മുറിയിലില്ല അച്ഛാ. ഈ വീട് മുഴുവൻ ഏതാണ്ട് എല്ലായിടത്തും ഞാൻ നോക്കി, ഇവിടെ എങ്ങും ഇല്ല. ഈ നേരത്തെ പിന്നെ നന്ദിനി എവിടെ പോവാനാ? രാജു, ടെറസിൽ വല്ല തുണി ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടോ? ഇല്ല സാറേ, ഉണ്ടായിരുന്നതൊക്കെ വൈകുന്നേരം തന്നെ എടുത്തു സാർ. അച്ഛാ, നന്ദിനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? അയാളെ അപമാനിക്കുന്ന വിധത്തിൽ ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടായോ? പറയച്ചാ. ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല, എന്നെ നോക്കണ്ട. പിന്നെ അവളെ അന്വേഷിച്ച് അത്ര ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട. അവൾ ആ ഹരിതയുടെ റൂമിലുണ്ട്. ഹരിതയുടെ മുറിയിലോ? അവിടെ എന്താ അയാൾക്ക് കാര്യം? അതൊന്നും എനിക്കറിയില്ല. ഹരിതയ്ക്ക് തനിച്ച് കിടക്കാൻ പറ്റുന്നില്ല, അവൾക്ക് കൂട്ടുകിടക്കാൻ പറഞ്ഞു. അച്ഛാ, എന്താ അച്ഛാ ഇതിന്റെ അർത്ഥം? ഇത്രയും ദിവസം ഈ വീട്ടിൽ ഹരിത തനിച്ചല്ലേ കിടന്നിരുന്നത്. പെട്ടെന്നൊരു ദിവസം ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവക്ക് കൂട്ട് കിടക്കാൻ നന്ദിനി വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ ഇത് അവളുടെ പ്ലാൻ അല്ലല്ലോ, ഇത് മറ്റാരോ തീരുമാനിച്ചല്ലേ? പത്മ, എന്താ വാസ്തവത്തിൽ നടന്നത്? എനിക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നന്ദിനിയോട് അവളുടെ റൂമിൽ കിടക്കാൻ പറഞ്ഞത് ഇന്ദ്രജ കേട്ടു.